ഇതുപോലെ തോളിന്റെ കുഴ തെന്നി മാറുക അഥവാ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഒരാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ സാഹസികമായി പിടിച്ചു വലിച്ചിടാൻ നിങ്ങൾ നോക്കുമോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ കാണിച്ചാൽ തോളിലെ പ്രധാന ഞരമ്പുകളും രക്തക്കുഴലുകളും അതുമാത്രമല്ല തോളിലെ പ്രധാന വാഷറായ ലേബ്രത്തിനും തകരാറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നാൽ ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, തോളല് പൂർവ്വസ്ഥിതിയിലാക്കാൻ സ്വയമോ മറ്റുള്ളവരുടെ സഹായത്തോടെയോ ഒരിക്കലും ബലം പ്രയോഗിച്ച് വലിക്കരുത്. രണ്ടാമതായി, പരിക്കേറ്റ കൈ ഒട്ടും ചലിപ്പിക്കരുത്, അനക്കാതെ തന്നെ വെക്കുക. ഇതൊരു ഷോളോ തുണിയോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി, കഠിനമായ വേദനയും വീക്കവും കുറയ്ക്കാൻ ഒരു ഐസ് പാക്ക് തോളിൽ വെക്കാവുന്നതാണ്. ഈ സമയത്ത് രോഗിക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കരുത്, കാരണം ആശുപത്രിയിൽ എത്തിയാൽ ചിലപ്പോൾ അനസ്തേഷ്യ നൽകേണ്ടി വന്നേക്കാം. ഇങ്ങനെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ രോഗിയെ പെട്ടെന്ന് ഒരു ഓർത്തോപെഡിക് ഡോക്ടറുടെയോ അതോ എമർജൻസി വിഭാഗത്തിലോ എത്തിക്കുക. കൃത്യമായ എക്സ്റേ എടുത്ത ശേഷം ഡോക്ടർമാർ മാത്രമേ ഇത് ശരിയാക്കാവൂ. ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഉപകാരപ്പെടാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഉടൻ തന്നെ ഷെയർ ചെയ്യും.